ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹ പ്രണാമം. സമന്റെ നയിക്കുന്ന ഭാഗവത പഠന ക്ലാസ് ഇന്ന് 166 ഭാഗമാണ്. ഇന്ന് ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 11 അധ്യായമാണ് ആരംഭിക്കുന്നത്. നമ്മുടെ ക്ലാസ് നയിക്കുന്നത് ആചാര്യൻ ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂരി സാറാണ്. സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാർ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേദുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. സമാദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. സൂചിപ്പിച്ചോര ശ്രീമദ് ഭാഗവതം 3-ാം സ്കന്ധം 11-ാം അധ്യായം ഇന്ന് ആരംഭിക്കുകയാണ്. 10 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ തീർത്തു. 3-ാം സ്കന്ധത്തിലെ 11-ാം അധ്യായത്തിലെ സൃഷ്ടിയുടെ ബാക്കി 10 വിധത്തിലുള്ള സൃഷ്ടികളെ കുറിച്ചാണ് കഴിഞ്ഞ അധ്യായത്തിൽ വിസ്തരിച്ച് പറഞ്ഞത്. ആ സൃഷ്ടിക്രമത്തിന്റെ അടുക്കനുസരിച്ച് ആ പരമാത്മ ചൈതന്യ സ്വരൂപനിൽ നിന്നും ഈ ജഗത്ത് എങ്ങനെ പരിണമിച്ചു എന്ന് 28 വിധത്തിലുള്ള ജീവജാലങ്ങളുടെ പ്രാണികളുടെ സുദീർഘമായ വിവരണത്തോടെ അവരെ കാറ്റഗറൈസ് ചെയ്ത് സുവോളജിയും ബോട്ടണിയും ഒക്കെ പഠിക്കുന്ന പോലെ തന്നെ നമ്മളെ ഋഷിമാരെത്ര കാലം മുമ്പ് ഈ പ്രപഞ്ചത്തിലുള്ള വൃക്ഷങ്ങൾ, ജീവജാലങ്ങൾ, പ്രാണികൾ, മനുഷ്യർ ഇവരെയൊക്കെ എങ്ങനെ കാറ്റഗറൈസ് ചെയ്യാം എന്ന് കണ്ടുപിടിച്ച് നമ്മെ ബോധ്യപ്പെടുത്തി തന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തത്. അതിൻ്റെ ബാക്കിയായിട്ട് സൃഷ്ടിയിലേക്ക് ഒന്നുകൂടി കടന്നു പോവുകയാണ്. ഈ 3 സൃഷ്ടികൾക്ക് ശേഷം മൈത്രേയോ വാചാചരമ സദ്വിശേഷാണാം അനേകോ സംയുതസദാം പരമാണുസ്വവിജ്ഞേയോ നിർണാമൈക്യഭ്രമോ യതഃ. ചരമഹ എന്ന് വെച്ചാൽ ഒടുവിലെത്തിയതെന്നാണ്. മരണം എന്ന് നമുക്കറിയാം. നമ്മൾ ചരമവാർത്ത എന്ന് കേട്ട് നമുക്ക് പരിചയമുള്ള വാക്കതേ ഉള്ളൂ. മനുഷ്യജീവിതത്തിലെ ഏറ്റവും അന്തിമമായ ഘട്ടമാണ് ചരമം. അതുകൊണ്ട് സംസ്കൃത ഭാഷയിൽ ചരമം എന്നുള്ളത് ഒടുവിലെത്തിയത് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അതുകൊണ്ട് ചരമഹ സത് വിശേഷാണാം, സത്തിൻ്റെ വിശേഷങ്ങളുടെ, സദ്വിശേഷാണാം സത്തായ വസ്തുക്കളുടെ, ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന സത്തായ വസ്തുക്കളുടെയൊക്കെ അനേകോ അസംയുത, അനേക വസ്തുക്കൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. ആ സത്തായ വിശേഷങ്ങളുടെ സദ്വിശേഷാണാം, സത്ത് വിശേഷമാണ്. കാരണം അത് അനേകമാണ്, അസംയുതമാണ്. അനേകമാണെന്ന് വെച്ചാൽ ഒന്നല്ല പലതാണ്. അസംയുതം കൂടിച്ചേരാത്തതാണ്. കൂടിച്ചേരാത്ത അനേകങ്ങളാണ്. ഇപ്പം ഈ കാര്യരൂപത്തിൽ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന ഒത്തിരി ഘടകങ്ങളുണ്ട്, വസ്തുക്കൾ, പദാർത്ഥങ്ങളുണ്ട്. ആ സകല വസ്തുക്കളിലും അതിൻ്റെ സൂക്ഷ്മമായി വിഭജിക്കാനാവാതിരിക്കുന്ന അതിൻ്റെ അവസാനത്തെ അംശം യാതൊന്നാണോ അത് അനേകമാണെങ്കിലും യോജിക്കാതിരിക്കുമ്പോൾ കാര്യത്തെ ജനിപ്പിക്കാനുള്ള ശക്തി അതിനില്ലാതെയാകും. അതിൻ്റെ പേരാണ് പരമാണുവെന്ന്. എന്താണ് പരമാണു എന്ന് ഡെഫിനിഷൻ പറയാൻ പുറപ്പെട്ടതാണ് ഈ ശ്ലോകത്തിൽ. സദ്വിശേഷാണാം അനേകോ അസംയുത സദാ ചരമഃ പരമാണു സവിജ്ഞേയോ. അതിനെ പരമാണു എന്നറിയണം. നൃണാം ഐക്യഭ്രമോ യതഃ. മനുഷ്യരുടെ ഐക്യത്തിൽ ഭ്രമമുണ്ടാക്കുന്നത്
യാതൊന്നിൽ നിന്നാണോ അതാണ് പരമാണു. അപ്പൊ പരമാണുവിന്റെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞത് സത്തായി കാണപ്പെടുന്ന വിശേഷങ്ങൾ. വിശേഷം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പ്രത്യേകത. സത്ത് എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിൽ കാര്യരൂപേണ കാണപ്പെടുന്ന അനേക പദാർത്ഥങ്ങൾ, കോടിക്കണക്കിന്, അതൊക്കെ വിശേഷണത്തോടു കൂടിയതാണ്. കാരണം ഓരോന്നിനും ഓരോ പ്രത്യേകതകളുണ്ട്. ഇങ്ങനെ പ്രത്യേകതകളുള്ള സത്തായ അനേക പദാർത്ഥങ്ങൾ, അതൊന്നല്ല, അനേകമാണ്. അത് അസംയുതങ്ങളാണ്, കൂടിച്ചേരില്ല. കാരണം ഈ കാര്യരൂപേണ ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന പദാർത്ഥങ്ങൾ, അഗ്നി, ജലം, വായു, ആകാശം, പൃഥ്വി, അവയെ സംബന്ധിക്കുന്നതല്ല. അതിന് അങ്ങനെ കാണപ്പെടുന്ന ഓരോ വസ്തുക്കളിലും വിഭജിക്കാനാവാത്ത വിധത്തിൽ സൂക്ഷ്മമായി അതിൻ്റെ അവസാനം ഒരു അംശം ഉണ്ടാകും. ഇത് പറഞ്ഞാൽ, മോഡേൺ ഭാഷയിൽ പറഞ്ഞാൽ, വസ്തുക്കളുടെ വിശേഷങ്ങൾക്ക് കാരണം അവയുടെ തന്മാത്രകളുടെ ഭേദമാണ്. ഒരു തടി കൊണ്ട് തന്നെ മേശയും ഡെസ്കും കസേരയും പലകയും ഒക്കെ ഉണ്ടാക്കും. ഒരേ തടിയാണ്. ആ ഒരേ തടിക്ക് വിഭിന്ന രൂപങ്ങളും ആകൃതികളും ഉണ്ടാകുമ്പോൾ ആ ഓരോ വസ്തുവിലും ഒരു പ്രത്യേകതയുണ്ടാകും. ഈ പ്രത്യേകത അവയുടെ തന്മാത്രകളുടെ ഭേദം കൊണ്ടാണ്. അതിനെ മോളിക്യൂൾ എന്ന് ഇംഗ്ലീഷ് ഭാഷയിൽ പറയും. മോളിക്യൂളുകൾ പലതാകുമ്പോൾ വസ്തുക്കൾ പലതാകും. വസ്തുക്കളുടെ വൈവിധ്യത്തിൻ്റെ കാരണം ഈ തന്മാത്രകളാണ്, അല്ലെങ്കിൽ മോളിക്യൂൾസാണ്. ഏത് വസ്തു എടുത്തോളൂ, ഒരു വസ്തു മറ്റൊരു വസ്തുവുമായിട്ട് ഭേദമുണ്ട്. ആ ഭേദത്തിന് പേരാണ് വിശേഷം എന്ന്. അങ്ങനെ വിശേഷമായിരിക്കുന്ന, പരസ്പരം ഭേദമായിരിക്കുന്ന വസ്തുക്കളുടെ ഭേദത്തിൻ്റെ കാരണം തന്മാത്രയാണ്. ഈ തന്മാത്രയുടെ കാരണം എന്താണെന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഒടുവില് ഇത് അസംയുതങ്ങളാണ്. എന്ത് ചെയ്യുന്നില്ല? കൂടിച്ചേരുന്നില്ല. കൂടിച്ചേരാതെ ഒറ്റയ്ക്ക് അനേകമാണെങ്കിലും തമ്മിൽ യോജിക്കില്ല. അങ്ങനെ യോജിക്കാത്ത ഒരു ഘടകത്തിലേക്കാണ് അവസാനം നമ്മൾ എത്തിച്ചേരുന്നത്. ഇപ്പം നമ്മൾ മുമ്പ് കണ്ട വൃക്ഷങ്ങള്, മരങ്ങള്, പക്ഷികള്, മനുഷ്യര്, 10 വർഗത്തെക്കുറിച്ച് പറഞ്ഞു. ഈ 10 സൃഷ്ടികളുമായി കോടാനുകോടി വസ്തുക്കൾ, പദാർത്ഥങ്ങളുണ്ട്. ഈ പദാർത്ഥങ്ങൾക്ക് വ്യത്യസ്തതകൾക്ക് കാരണം അവയുടെ തന്മാത്രകളാണ്. ആ തന്മാത്രയാണ് ഇവിടെ സദ്വിശേഷണം എന്ന് പറഞ്ഞത്. ആ സദ്വിശേഷങ്ങളുടെ ചരമം എന്ന് വെച്ചാൽ അന്തിമം. മോളിക്യൂളുകളെ വിഭജിച്ചാൽ അണുക്കളാകും, അണുക്കളെ വിഭജിച്ചാൽ പരമാണുക്കളാകും. ഇങ്ങനെ ഏറ്റവും ചരമമായ, അവസാനമായ, അന്തിമമായ ഒരു വസ്തുവിലേക്ക് ചെല്ലുമ്പോൾ അത് കൂടിച്ചേരാതിരിക്കും. അസംയുതങ്ങളാണ്. ഒന്നിച്ചു കൂടിച്ചേർന്നല്ല ഇരിക്കുന്ന, പലതായിട്ട് വേർപിരിഞ്ഞ് ഓരോ പദാർത്ഥങ്ങളിലെയും ഉള്ളിൻ്റെ ഉള്ളിൽ അവസാനമായി അനേകമാണെങ്കിലും യോജിക്കാതെ ഓരോ കാര്യങ്ങളെ ഉണ്ടാക്കാൻ ഉള്ള സാമർഥ്യം ആ പരമാണുവിനുണ്ട്. ഈ പരമാണുക്കളുടെ വൈവിധ്യമാണ് പല പദാർത്ഥങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാവാൻ കാരണം. എത്ര ഭംഗിയായിട്ട് സയൻസ് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. എത്ര കാലം മുമ്പാണ് ഇത്? അടുത്ത കാലത്ത് നമ്മൾ വിദേശ രാജ്യത്ത് പഠിച്ചു എന്നാണ് നമ്മുടെ വിചാരം. അവരൊക്കെയാണ് നമ്മളെ ഈ പരമാണുക്കളെ കുറിച്ചൊക്കെ നമ്മളെ പഠിപ്പിച്ചതാണ്. ഭാഗവതം ഒറ്റ ശ്ലോകത്തിൽ എന്താണ് പരമാണുവെന്ന്. അങ്ങനെ അനേകമായിരിക്കുമ്പോഴും കാര്യങ്ങളെ ജനിപ്പിക്കാൻ, വസ്തുക്കളെ ഉണ്ടാക്കാനുള്ള കഴിവ് ഈ പരമാണുക്കൾക്കുണ്ട്. അപ്പോൾ പരമാണു എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന സകല വസ്തുക്കളുടെയും സൂക്ഷ്മാംശം എന്ന് വേണേൽ വിളിക്കാം. കാരണം അവയുടെ തന്മാത്രകളായി, അവയുടെ അണുക്കളായി, പരമാണുക്കളായി. അപ്പം അവയുടെ സൂക്ഷ്മാംശമായി. ഈ സൂക്ഷ്മാംശങ്ങൾ അനേകങ്ങളുമാണ്, കൂടിച്ചേരുകയില്ല.
അനേകങ്ങളായി കൂടിച്ചേരാതെ ഇരുന്നു കൊണ്ട് ഓരോ വസ്തുക്കളെ ഉണ്ടാക്കും. ഇപ്പോൾ കോടാനുകോടി പരമാണുക്കൾ കോടാനുകോടി പദാർത്ഥങ്ങളെ ജനിപ്പിക്കാൻ കാരണമാണ്. പരമാണു ഒന്നല്ല, അത് കോടാനുകോടിയുണ്ട്. പദാർത്ഥങ്ങൾ എത്രയുണ്ടോ അത്രയും പരമാണുക്കളും ഉണ്ടാകും. കാരണം ഒരു പരമാണു മറ്റൊരു വസ്തുവിലെ പരമാണുവുമായി കൂടിച്ചേരില്ല, എന്നാൽ അനേകമാണ് താനും. അങ്ങനെ കൂടിച്ചേരാതെ അനേകമായിരിക്കുന്ന സൂക്ഷ്മ വസ്തുവിനെ പരമാണുഹു സവിജ്ഞേയ, അതിനെ പരമാണുവാണ് എന്നറിയണം. അതുകൊണ്ട് ജനങ്ങൾക്ക് എല്ലാ വസ്തുക്കളിലും വിഭജിക്കപ്പെടാവുന്ന ഒരവയവമുണ്ടെന്ന് ബോധ്യമാകും. അതുകൊണ്ടാണ് നൃണാം ഐക്യഭ്രമോ യതഃ. അതുകൊണ്ട് പദാർത്ഥങ്ങളെല്ലാം ഓരോ അവയവത്തോടു കൂടിയ അവയവിയാണെന്നും അവയിലെ അവയവങ്ങളാണ് പരമാണുക്കളാണെന്നും ആ പരമാണുക്കളെ പിന്നെ വിഭജിക്കാൻ കഴിയാത്ത വിധം സൂക്ഷ്മമാണെന്നും ആ പദാർത്ഥത്തിൻ്റെ അവസാനത്തെ വിഭക്ത വസ്തുവാണ് എന്നും ഒരു ഐക്യഭ്രമം, ഞാൻ പറഞ്ഞല്ലേ അസംയുതമാണ്, കൂടിച്ചേരില്ല. കൂടിച്ചേരാത്തതുകൊണ്ട് മനുഷ്യർക്കൊരു ഐക്യഭ്രമം ഉണ്ടാകും. ഇത് ഒന്നായി എങ്ങനെ കൂടിച്ചേരും എന്ന്, ഈ എന്തിനെക്കുറിച്ചാണോ ഭ്രമമുണ്ടാകുന്നത് അതിൻ്റെ പേരാണ് പരമാണു. ഒറ്റ വാക്കിൽ ഒരു നിർവചനം പറഞ്ഞു. എന്താണ് പരമാണു? എന്താണ് പരമാണു? ചരമസദ്വിശേഷാണാം അനേകോ സംയുതസ്വത പരമാണുസ്വവിജ്ഞേയോ നൃണാമൈക്യഭ്രമോ യതാം. സദ്വിശേഷാണാം ചരമഃ അനേകഃ സദാ അസംയുതഃ യഃ സഃ പരമാണുഃ വിജ്ഞേയഃ യതഃ നൃണാം ഐക്യഭ്രമഃ. ചരമസദ്വിശേഷാണാം അനേകോ സംയുതസ്വതാം പരമാണുസ്വവിജ്ഞേയോ നൃണാമൈക്യഭ്രമോ യതാം. ചരമസദ്വിശേഷാണാം അനേകോ സംയുതസ്വതാം പരമാണുസ്വവിജ്ഞേയോ നൃണാം ഐക്യഭ്രമോ യതാം. തദേവ പദാർത്ഥസ്യ സ്വരൂപാവസ്ഥിതസ്യ യത് കൈവല്യം പരമമഹാൻ വിശേഷോ നിരന്തരം. സത്തഃ ഏവ, സത്തായിരിക്കുന്ന, സത്തെന്ന് വെച്ചാൽ ഇവിടെ കാണപ്പെടുന്ന കാര്യരൂപമായ പദാർത്ഥം. നേരത്തെ പറഞ്ഞ സത് വിശേഷണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞാണ്. പദാർത്ഥസ്യ, സത്തായിരിക്കുന്ന പദാർത്ഥത്തിൻ്റെ, ഉണ്മയായ പദാർത്ഥത്തിൻ്റെ, ഉണ്മ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടറിയുന്ന ഉണ്മ മാത്രമാണ്. ഈ ലോകവും പദാർത്ഥവുമൊക്കെ ഇല്ലാത്തതാണ് എന്ന് പറയുന്നത് ഇന്ദ്രിയത്തിൻ്റെ അപ്പുറത്തു നിന്നുള്ള കാഴ്ചയാണ്. ഇന്ദ്രിയത്തിൽ കൂടി കാണുമ്പോൾ ഇതൊക്കെ ഉള്ളതാണ്, ഇല്ലാത്തതല്ല. അപ്പം അതിന് അങ്ങനെയുള്ള പദാർത്ഥത്തിന് സ്വരൂപ അവസ്ഥിതസ്യ യത്, അവയുടെ സ്വരൂപത്തോടു കൂടിയാണ് നിലനിൽക്കുന്ന സത്തായ പദാർത്ഥത്തിൻ്റെ സ്വരൂപാവസ്ഥിതസ്യ തദേവ പദാർത്ഥസ്യ യത് കൈവല്യം. കൈവല്യം എന്ന് വെച്ചാൽ കേവലത എന്നേ ഉള്ളൂ അർത്ഥം. കേവലം എന്ന് വെച്ചാൽ ഐക്യത്തോടുകൂടി ഒന്നായി ചേരുക, അതിനാണ് കൈവല്യം. ജീവാത്മ പരമാത്മാക്കൾ ഒന്നായി കൂടിച്ചേരുമ്പോൾ അത് കേവലമായ ഒരു വസ്തുവായിട്ട് മാറും. അതിൻ്റെ പേരാണ് കൈവല്യം, മോക്ഷം എന്ന്. നമ്മൾ വേദാന്തത്തിൽ എപ്പോഴും വയ്ക്കുന്ന വാക്കാണ് കൈവല്യം, കൈവല്യം എന്ന്. അത് കേവലം എന്ന വാക്കിൽ നിന്നാണ് കൈവല്യം എന്നുള്ള ഒരു പദം ഉണ്ടാകുന്നത്. കേവലം എന്ന് വെച്ചാൽ ഒന്നായി മാത്രം നിൽക്കുന്നത്. പലതും അനേകങ്ങൾ രണ്ടാകും, രണ്ട് ഒന്നാകും, അപ്പോൾ കേവലമാകും. ആ കേവലമായിരിക്കുന്ന അവസ്ഥയുടെ പേര് കൈവല്യം എന്നാണ്. അതാണ് മോക്ഷം. ഇപ്പം ജീവാത്മ പരമാത്മാക്കൾ ഒന്നായി ചേരുക. അപ്പം ഓരോരോ ആകൃതികളോട് കൂടിയ അനേക സത്തുകൾ, പദാർത്ഥങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. ആ പദാർത്ഥത്തിന് ഐക്യമുണ്ടാക്കുന്നത്, അവയെ ഒന്നാക്കി ചേർക്കുന്നത് പരമ മഹാൻ അവിശേഷോ നിരന്തര. അവിശേഷ, വിശേഷമില്ലാത്തതും
അന്തരമില്ലാത്തതും ഭേദമില്ലാത്തതുമായ അത് പരമമഹാൻ, ഏറ്റവും മഹത്തായ സ്വരൂപത്തോട് കൂടിയതാണ് ഈ വസ്തു, ഈ പരമാണു എന്നർത്ഥം. പരമാണുവിനെ കുറിച്ച് രണ്ടാമത് കൊടുക്കുന്ന ഒരു നിർവചനമാണ്. എന്താണ്? എത്ര ആകൃതികളുള്ള വസ്തുക്കൾ എവിടെയുള്ളത്? മരത്തിന് തന്നെ എത്ര ആകൃതിയാണ്, പക്ഷി എത്ര ആകൃതിയാണ്, മനുഷ്യർ എത്ര ആകൃതിയാണ്. ഇങ്ങനെ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന സകല പദാർത്ഥങ്ങളും അവയുടെ സ്വരൂപത്തോടു കൂടി നിലനിൽക്കുന്ന അവയ്ക്ക് ആ ഓരോ പദാർത്ഥത്തിനും എന്തിലാണോ ഒന്നായി ചേരുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. ഏതിലാണ്? പരമാണുവിൽ. അനേകമാണ് പരമാണു. അതൊന്ന് എന്ത് ചെയ്യുന്നു? സത്തായ പദാർത്ഥങ്ങളെ ഉണ്ടാക്കാൻ കാരണമാണ്. പക്ഷേ ഈ പരമാണുക്കൾ സൂക്ഷ്മതരമാകുമ്പോൾ ഒന്നായി തന്നെ മാറുന്നു എന്ന് കാണാം. അങ്ങനെ ഭേദമില്ലാതെ ഒന്നായിരിക്കുന്ന മഹത്തായ സ്വരൂപത്തോട് കൂടിയതാണ് അത്. അതുകൊണ്ട് അതിനെ അങ്ങനെ വിളിക്കുന്നു. ജോസേ, വെള്ളം വന്നോ? ഉണ്ടോ? തദേവ പദാർത്ഥസ്യ സ്വരൂപാവസ്ഥിതസ്യ കൈവല്യം പരമമഹാൻ അവിശേഷോ നിരന്തര. അന്തരമില്ലാതെ അത് സൂക്ഷ്മരൂപങ്ങളായിരിക്കുന്ന ഈ പരമാണുക്കൾ അനേകമുണ്ട്. അല്പം മുമ്പ് പറഞ്ഞു. അത് യോജിക്കുമ്പോൾ ആ വസ്തു യോജിക്കുമ്പോൾ ഉണ്ടാകുന്ന ആയ പരമാണുക്കൾ അനേകമാണ് നമുക്ക് സൂചിപ്പിച്ചു. അവ യോജിക്കുമ്പോഴുണ്ടാകുന്ന വസ്തുക്കൾ തന്നെയാണ് ലോകത്തിൽ എല്ലാം. അവയുടെ ഐക്യതയാണ് ലോകത്തുള്ള സകല പദാർത്ഥം. കാര്യരൂപേണ കാണപ്പെടുന്നതും നശിക്കാത്തതും നിലനിൽക്കുന്നതുമായ ആകൃതികളുടെ ഐക്യം, അവയുടെ ഒരു ഏകത, അത് യാതൊന്നാണോ ഈ കാണപ്പെടുന്ന പ്രപഞ്ചം പരമാണുവാകുന്ന അവയവമായിട്ട് ഈ പ്രപഞ്ചത്തെ കാണുന്നതായാൽ ഇതിൽ വിശേഷമോ ഭേദമോ ഉണ്ടെന്ന് പറയാൻ അവകാശമില്ല. ജാതി, വ്യക്തി എന്ന രണ്ടെണ്ണം. ജാതി എന്ന് വെച്ചാൽ കൂട്ടം എന്നുള്ള സംസ്കൃതത്തിൽ അർത്ഥം. വ്യക്തി ഒറ്റയ്ക്ക് നിൽക്കുന്നത്. അങ്ങനെ ജാതികളായും വ്യക്തികളായും കൽപ്പിക്കപ്പെടുന്ന വസ്തുക്കൾ അനേകമുണ്ട്. ഇതെല്ലാം കാലം കൊണ്ട് അളന്ന് തിട്ടപ്പെടുത്താവുന്ന ഒരു സ്ഥൂല രൂപത്തിൻ്റെ പരമാണുവായ സൂക്ഷ്മരൂപം തന്നെയാണ്. ഇപ്പോൾ പരമാണുവിനെ കുറിച്ച് രണ്ടാമത് പറയുന്നത് ഇത് സ്വരൂപ അവസ്ഥിതമായിരിക്കുന്ന എല്ലാ പദാർത്ഥങ്ങളിലെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഇതുണ്ട്. ഏതുണ്ട്? പരമാണുണ്ട്. പരമാണുണ്ടാത്തൊരു വസ്തുവില്ല. ഇപ്പൊ എല്ലാത്തിനും ഏകതയായി കാണപ്പെടുന്നത് ഒന്ന് മാത്രമാണ്. ഏത്? പരമാണു മാത്രം. അതിനെന്തില്ല? ഒരു വിശേഷവുമില്ല, ഒരു ഭേദവുമില്ല, നിരന്തരമാണ്. അതിനെ മഹത്തായ സ്വരൂപത്തോട് കൂടിയതാണ് എന്ന് പരമാണുവിനെ വിളിക്കാം. പരമാണുവില്ലാത്ത ഒരു വസ്തു പ്രപഞ്ചത്തിലില്ല. ഈ സത്തായി കാണപ്പെടുന്ന സകല പദാർത്ഥങ്ങളിലെ ഉള്ളിൻ്റെ ഉള്ളിൽ അവയെ വേർതിരിച്ചിടുന്ന അനേക വസ്തുക്കളുടെ കൂട്ടത്തിൽ എത്രയൊക്കെ വേർതിരിച്ചാലും അവയെ ഒന്നിപ്പിക്കുന്ന, ഒന്നാക്കുന്ന ഏകമായ ഒരു പേരാണ് പരമാണു എന്നുള്ളത്. അതെല്ലാ പദാർത്ഥങ്ങളുടെയും ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. ഇത് പരമാണുവിൻ്റെ ഒരു മഹത്താണ്. അതുകൊണ്ട് പരമാണുവിന് മാഹാത്മ്യം കൂടുതലുണ്ട് എന്ന് പറയാൻ പോവാണ്. സ്ഥൂലമായി കാണപ്പെടുന്ന വസ്തുക്കളെക്കാൾ എത്രയോ സൂക്ഷ്മമാണ് ഈ പരമാണു. ആ പരമാണുവിൻ്റെ വൈശിഷ്ട്യവും അത് തന്നെയാണ്. തദേവ പദാർത്ഥസ്യ സ്വരൂപാവസ്ഥിതസ്യ കൈവല്യം പരമമഹാൻ അവിശേഷോ നിരന്തരം. തദേവ പദാർത്ഥസ്യ സ്വരൂപാവസ്ഥിതസ്യ കൈവല്യം പരമമഹാൻ അവിശേഷോ നിരന്തരം.
സ്വരൂപാവസ്ഥിതസ്യാം സ്വതഃ പദാർത്ഥസ്യാം യത് കൈവല്യം അവിശേഷഃ നിരന്തരഃ പരമമഹാൻ. തതേവ പദാർത്ഥസ്യ സ്വരൂപാവസ്ഥിതസ്യ കൈവല്യം പരമമഹാൻ അവിശേഷോ നിരന്തരാം. തതേവ പദാർത്ഥസ്യ സ്വരൂപാവസ്ഥിതസ്യ കൈവല്യം പരമമഹാൻ അവിശേഷോ നിരന്തരാം. ഏവം കാലോപ്യനുമിതഃ സൗക്ഷ്മേ സ്ഥൗല്യേ ച സത്തമാം സംസ്ഥാനഭുക്ര്യാ ഭഗവാൻ അവ്യക്തോ വ്യക്തഭുക് വിഭൂ. ഏവം ഇങ്ങനെ കാലോപി അനുമിതഃ, കാലവും അനുമാനിക്കപ്പെട്ടതാണ്. സൗക്ഷ്മേ സ്ഥൗല്യേ ച സത്തമ, സത്തമ സംബോധന ഉത്തമൻ എന്നുള്ള അർത്ഥത്തിൽ വിളിക്കുന്ന മറ്റൊരു വാക്കാണ് സത്തമൻ. ഉത്കൃഷ്ടനായിരിക്കുന്ന ഹേ വിദുര, സൗക്ഷ്മേ സ്ഥൗല്യേച്ച, സൂക്ഷ്മാഭാവത്തിലും സ്ഥൂലഭാവത്തിലും അനുമിക്കപ്പെട്ടിരിക്കുന്നു കാലം. കാലത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞതാണ്. ഈ സൂക്ഷ്മമായ പരമാണുവിലും കാലമുണ്ട്, സ്ഥൂലമായ പദാർത്ഥങ്ങളിലും കാലമുണ്ട്. രണ്ടിലും കാലമുണ്ട്. അപ്പൊ കാലഹ അപി സൗക്ഷ്മേ സ്ഥൗല്യേച്ച, ഈ രണ്ടിലും കാലമുണ്ട്. സംസ്ഥാനഭുക്തിയാ ഭഗവാൻ അവ്യക്തോ വ്യക്തഭുക് വിഭു. സംസ്ഥാനഭുക്തിയാ, അത് അവയവങ്ങളുടെ അനുഭവം കൊണ്ട്. സംസ്ഥാനം എന്ന് വെച്ചാൽ അവയവങ്ങൾ എന്നാണ്. ഭാരതത്തെ സംസ്ഥാനങ്ങളായി തിരിച്ചു വെച്ചാൽ അവയവങ്ങളായി തിരിച്ചു എന്നാണ്. അതുകൊണ്ട് സംസ്ഥാനം എന്ന് വെച്ചാൽ അവയവം എന്നാണ്. അവയവങ്ങളുടെ ഭുക്തിയ, അനുഭവം കൊണ്ട് വ്യക്തമായ ഈ ലോകത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് പരമാണുക്കളെല്ലാം. അപ്പൊ പരമാണുവിൽ കാലമുണ്ട് എന്ന് ഉറപ്പിക്കാൻ പോവാണ്. കാലം കൊണ്ട് അളന്ന് തിട്ടപ്പെടുത്താവുന്ന വസ്തുക്കളാണ് സ്ഥൂലവും സൂക്ഷ്മവുമെല്ലാം എന്ന് നേരിട്ടറിയാൻ പറ്റില്ല, അനുമിക്കാനേ പറ്റൂ. കാരണം കാലം ഒരു മൂർത്ത വസ്തുവല്ല, കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. കണ്ണുകൊണ്ട് കാണാവുന്ന പ്രത്യക്ഷമാണ്, അല്ലാത്തൊക്കെ ആ അനുമാനം കൊണ്ടേ അറിയാൻ പറ്റുള്ളൂ. കാലം കാറ്റുണ്ടെന്ന് നമ്മൾ അനുമിക്കുന്നത് എന്തുകൊണ്ടാണ്? വിശറി കൊണ്ടോ ഫാന് കൊണ്ടോ ചലിക്കുമ്പോൾ, കാറ്റ് കിട്ടുമ്പോൾ ഇവിടെ കാറ്റുണ്ട് എന്ന് അനുമിക്കുന്നത് പോലെ ഇവിടെയും അനുമാനം കൊണ്ട് മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള ഈ ഭേദം എങ്ങനെയാണ്? സ്ഥൂലത്തിലും സൂക്ഷ്മത്തിലും കാലശക്തി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഭേദം സ്ഥൂല ബുദ്ധികൾക്കുണ്ടാവില്ല. അതായത് എന്ത് ചെയ്യണം? സൂക്ഷ്മ ബുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ കണ്ടറിയാൻ പറ്റൂ. ഒരു പരമാണുവിനെ കാണണമെങ്കിൽ ബുദ്ധി സൂക്ഷ്മതയിലേക്ക് പോകണം, അല്ലെങ്കിൽ അറിയാൻ പറ്റില്ല. നമ്മുടെ ഋഷിമാരുടെയൊക്കെ ഏറ്റവും വലിയ മഹാത്മ്യതാണ് അവർ സ്ഥൂലതയിൽ നിന്നും സൂക്ഷ്മതയിലേക്ക് പോയി അന്വേഷിക്കുന്നവരാണ്. അതുകൊണ്ട് അല്ലയോ വിദുര, അങ്ങ് സൂക്ഷ്മബുദ്ധിയുള്ളവനാകയാൽ അങ്ങേക്ക് ഞാൻ ഈ പറയുന്നത് അറിയാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് സത്തമ എന്നൊരു സംബോധന തന്നെ ചെയ്തത്. അങ്ങനെ സത്തമനായ ഹേ വിദുര, അപ്രത്യക്ഷമായ കാലം എന്താർത്ഥം? കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത്, അതാണ് അപ്രത്യക്ഷം. അക്ഷി കൊണ്ട് കണ്ടെത്താൻ പറ്റാത്തത്. അപ്രത്യക്ഷമായ കാലം ഈശ്വരന്റെ ശക്തിയാകുന്ന സ്വരൂപത്തോടു കൂടിയതാണ്. നേരത്തെ പറഞ്ഞു നമ്മൾ, ഈശ്വര ശക്തിയാണ് കാലം എന്ന്. അതുകൊണ്ട് അത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ പറ്റില്ല. കണ്ണുകൊണ്ട് കാലത്തെ കാണാൻ പറ്റില്ല, ചെവി കൊണ്ട് കേൾക്കാൻ പറ്റില്ല, മൂക്കുകൊണ്ട് മണത്തറിയാൻ പറ്റില്ല. അതുകൊണ്ട് സൂക്ഷ്മമായ പരമാണുവിൽ വ്യാപരിക്കുന്ന ആ രൂപത്തെ സൂക്ഷ്മമെന്നും മഹത്തായ പ്രപഞ്ചത്തെ വ്യാപിക്കുന്ന രൂപത്തെ സ്ഥൂലമെന്നും രണ്ടായിട്ട് പറയുന്നു. രണ്ടിലും കാലത്തിൻ്റെ ശക്തിയുണ്ട്. സ്ഥൂലത്തിലുമുണ്ട്, സൂക്ഷ്മതയിലുമുണ്ട്.
പരമാണു മുതൽ പ്രപഞ്ചം വരെയുള്ള സകല പദാർത്ഥങ്ങളിലെയും ഉണ്ടാകൽ, നിലനിൽക്കൽ, നശിക്കൽ, ഇതിന് കാരണമായിരിക്കുന്ന കാലം ഈശ്വരൻ്റെ ശക്തി തന്നെയാണ്. അതുകൊണ്ട് കാലം എന്ന പേരുകൊണ്ട് പറയപ്പെടുന്നത് എല്ലാത്തിനെയും സൃഷ്ടിച്ച് സംഹരിക്കുന്ന ഒരു ശക്തിയുടെ പേരാണ് കാലം എന്ന്. ഈ ശ്ലോകത്തിൽ പറയാൻ പുറപ്പെട്ടത് പരമാണുവിൽ കാലമുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ്. പരമാണുവിലുമുണ്ട്, തന്മാത്രയിലുമുണ്ട്, പദാർത്ഥങ്ങളിലുമുണ്ട്. മൂന്നിലും കാലമുണ്ട്. സൂക്ഷ്മത്തിലുമുണ്ട്, സ്ഥൂലത്തിലുമുണ്ട് കാലം. അപ്പോൾ എല്ലാത്തിലും ഒരുപോലെ നിറഞ്ഞിരിക്കുന്ന ശക്തിയുടെ പേര് ഈശ്വരൻ എന്നാണ്. അതുകൊണ്ട് ഈശ്വരൻ കാലസ്വരൂപനാണ്. കാലസ്വരൂപനായ ഈശ്വരൻ എല്ലാ വസ്തുക്കളിലും നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ ശ്ലോകത്തിൽ നമ്മെ ബോധ്യപ്പെടുത്തത് സൂക്ഷ്മമായ പരമാണുവിൽ കാലം പ്രവർത്തിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താനാണ്. ഇങ്ങനെ പരമാണുവിനെ കുറിച്ച് പഠിച്ചറിയാൻ പറ്റുമോ എന്നുള്ളതിലാണ്. സാധാരണ പരമാണു എന്നൊക്കെ നമ്മൾ സയൻസിൽ കുറേയൊക്കെ പഠിച്ചു പോകുമെന്നുള്ളതല്ലാണ്ട് ഇത്ര സൂക്ഷ്മമായ ഒരു പഠനത്തിന് തന്നെ വിധേയമാക്കുക. ആ ആ ഇല്ല. ആ പിന്നെ വലിയ കുഴപ്പമില്ല, നോക്കാം. അത്രേ ഉള്ളൂ. രണ്ട് വണ്ടി പുറത്താണ്, ഒരു വണ്ടി ഇവിടെ. അതില്ലത്തേക്ക് മാറ്റിയിടാം. ആ ആ ആയിക്കോട്ടെ. സ്വകാല പരമാണുർവയ്യോ ഭുങ്ക്തേ പരമാണുതാം തതോ വിശേഷഭുഗ്യസ്തു സകാലപരമോ മഹാൻ. സ്വകാല പരമാണുർവൈ, ആ കാലം തന്നെയാണ് പരമാണു. നോക്കൂ, പരമാണുവിൽ കാലമുണ്ട് എന്ന് മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. ആ കാലം തന്നെയാണ് പരമാണു. സ്വകാല പരമാണുർവൈ യോ ഭുങ്ക്തേ പരമാണുതാം. യാതൊന്നാണോ പരമാണുവിൻ്റെ ഭാവത്തെ, അവസ്ഥയെ ഭുജിക്കുന്നു, അനുഭവിക്കുന്നു, അത് കാലമാണ്. കാരണം പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളിലും പരമാണുവും വ്യാപരിച്ചിരിപ്പുണ്ട്. ആ പരമാണുവിനെ അവയുടെ സംയോഗം കൊണ്ട് ഉണ്ടാകുന്ന വിശേഷ രൂപത്തെ ആണ് നമ്മളുടെ കാലം എന്നൊരു ശക്തിയായിട്ട് വ്യവഹരിച്ചത്. അത് ഈ കാലം നമ്മൾ അറിയുന്നത് സൂര്യൻ്റെ ഗതി അനുസരിച്ചാണ്. അല്ലാതെ നമുക്ക് കാലത്തെ അറിയാൻ ഒരു വഴിയില്ല. ലോകത്തിൽ കാലത്തെ നിർണ്ണയിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് സൂര്യനെ കാലസ്വരൂപനായി പ്രത്യക്ഷനായി ഈശ്വരനായിട്ട് നമ്മൾ കൽപ്പിക്കുന്നുമുണ്ട്. സൂര്യൻ പരമാണുവിനെ അതിക്രമിക്കുന്ന സമയത്തിന് പരമാണു എന്ന് ഒരു പേര്. കാരണം 12 രാശികളിലായി വിഭജിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഈ ഭൂമിയെ അതിക്രമിക്കുന്ന കാലത്തിനാണ് സംവത്സരം, വർഷം എന്ന് പേര്. ഇങ്ങനെയുള്ള അനേകായിരം സംവത്സരങ്ങൾ കൂടുന്ന ഒരു മന്വന്തരം, അനേകം മന്വന്തരങ്ങൾ കൂടിച്ചേരുന്ന യുഗങ്ങൾ എന്നിങ്ങനെ പല പേരുകൾ കാലത്തിന് കൊടുത്ത് കാലത്തെ മാറ്റി നിർത്തിയിട്ടുണ്ട് എന്ന് കാലത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ആ കാലം തന്നെയാണ് പരമാണു. യോ ഭുങ്ക്തേ പരമാണുതാം. യാതൊരു കാലമാണോ പരമാണുവിനെ അനുഭവിക്കുന്നത്. ഇവിടെ പരമാണു ഉണ്ട് എന്ന് നമ്മെ അനുഭവിപ്പിക്കുന്ന കാലം കൊണ്ടാണ്. തതോ വിശേഷഭുക് യസ്തു സകാല പരമോ മഹാൻ. അപ്പം അതിൽ വിശേഷമായി ഭുജിക്കുന്നത് യാതൊന്നാണോ അതിനെയാണ് കാലമെന്ന മഹത്തായ ശക്തി എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് വിശേഷമായി കാലത്തെ ഭുജിക്കുന്നത് സൂര്യനെ നോക്കിയിട്ടാണ്. സൂര്യനെ നോക്കിയാണ് നമ്മൾ കാലം, രാപകലുകൾ നിയന്ത്രിക്കുക, അതേപോലെ സമയത്തെ നിയന്ത്രിക്കുക, മാസങ്ങളാകുക,
വർഷങ്ങളാവുക, ഇതൊക്കെ നമ്മൾ സൂര്യഗതി അനുസരിച്ച് തന്നെയാണ് നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് ആ കാലം ഏറ്റവും മഹത്താണ് എന്നല്ല, വിശേഷ ഭുക്കുമാണ് ആ കാലം എന്ന് ഈ ശ്ലോകത്തിൽ കാലത്തിൻ്റെ മാഹാത്മ്യം, കാലം തന്നെയാണ് പരമാണു എന്ന് കാലത്തിൻ്റെ മാഹാത്മ്യത്തെ ഒന്ന് എടുത്തു ഭിന്നിപ്പിച്ചു എന്നുള്ളൂ. സകാല പരമാണുർവൈ യോ ഭുങ്ക്തേ പരമാണുതാം തദു വിശേഷഭുഗ്യസ്തു ഫകാലപരമോ മഹാൻ. യഹ പരമാണുതാം ഭുങ്ക്തേ ഫകാലഃ പരമാണുഃ വൈ യഹ തു വിശേഷഭുക്ക് ഫകാലഃ പരമഃ മഹാൻ. സകാല പരമാണുർവൈ യോ ഭുങ്ക്തേ പരമാണുതാം തദോ വിശേഷഭുഗ്യസ്തു ഫകാലപരമോ മഹാൻ. സകാല പരമാണുർവൈ യോ ഭുങ്ക്തേ പരമാണുതാം തദോ വിശേഷഭുഗ്യസ്തു ഫകാലപരമോ മഹാൻ. അണുർദ്വൗ പരമാണു സ്യാത് ത്രസരേണുസ്ത്രയസ്മത ജാലർക്കരശ്മ്യപഗത ഖമേവ അനുപതന്നഗാത്. അണുർവൈ പരമാണു സ്യാത് അണുർദ്വൗ പരമാണു, രണ്ടണുക്കൾ കൂടി ചേരുന്നതിൻ്റെ പേരാണ് പരമാണുവ്. അർത്ഥാൽ പരമാണുവിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം, വിഭജിക്കാം. ആ പരമാണുവിൽ രണ്ട് അണുക്കളുണ്ട്. അണുർദ്വൗ പരമാണു സ്യാത് ത്രസരേണുസ്ത്രയസ്മൃത. പരമാണുക്കൾ രണ്ടെണ്ണം ചേർന്നത് ഒരണുവാണ്. അതിനെ വ്യാപിക്കുവാൻ സൂര്യന് വേണ്ടി വരുന്ന സമയത്തിനാണ് അണു എന്ന പേര്. അതായത് രണ്ട് പരമാണുക്കൾ ഒന്നിച്ചു കൂടിച്ചേരാൻ വേണ്ട സമയത്തിന് അണു എന്ന് പറയുകയാണ്. സമയത്തിൻ്റെ ഏറ്റവും ചെറിയ മാത്രയാണ് അണു. അണുവിട പോലും എന്നൊക്കെ നമ്മളിപ്പോൾ മലയാളത്തിൽ പലപ്പോഴും പറയും. അത് ഏറ്റവും ചെറുതാണ്, അതിൻ്റെ താഴെ കാലത്തിൻ്റെ ഒരളവ് ഇല്ല. അതുകൊണ്ടാണ് അതിന് അണു എന്ന് പേരിട്ടത്. ഇനിയും അങ്ങനെ 3 പരമാണുക്കൾ ഒന്നായി ചേർന്നതിന് ത്രസരേണു എന്ന് പേര്. ഇപ്പോൾ പരമാണുക്കളെ 3ആയിട്ട് വിഭജിക്കാം എന്ന് ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭാഗവതം എന്നേ പറഞ്ഞു 3ആയിട്ട് വിഭജിക്കാം. അതിന് ത്രസരേണു എന്ന് പേരായി. ഇലക്ട്രോണും ന്യൂട്രോണെന്നും ഒക്കെ നമ്മൾ ഇന്ന് ഇംഗ്ലീഷിൽ പേരിട്ട് പഠിക്കുന്ന കാര്യം ഈ മൈത്രേയ മഹർഷി വിതുരനോട് എത്ര കാലം മുമ്പ് പറഞ്ഞു. അതെന്താ അവിടെ ത്രിസരേണു, 3 പൊടികളാണ് ഇത് എന്നാണ്. ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? ഒരു പരമാണുവിൻ്റെ അകത്ത് 3 ഘടകങ്ങളുണ്ട് എന്ന്, അല്ലെങ്കിൽ പരമാണുവിനെ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാമെന്ന്. 2 അണുക്കൾ കൂടിച്ചേരുന്നതാണ് ഒരു പരമാണു. ആ പരമാണുവിനെ 3ആയിട്ട് വിഭജിക്കാൻ പറ്റും. അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ജാലാർക്കരശ്മി അപഗത, ജനലിൽ കൂടി അകത്തേക്ക് കടന്നു വരുന്ന സൂര്യരശ്മി കൊണ്ട് തിരിച്ചറിയാൻ പറ്റും. ജാല അർക്ക രശ്മി അപഗത, ജനലിൽ കൂടി അകത്തെ അവഗതമാകുന്ന അർക്കൻ്റെ രശ്മി, സൂര്യൻ്റെ രശ്മി. ഘമേവ അനുപതൻ അഗാത്, അത് ഖം ഏവ ആകാശത്തെ തന്നെ വ്യാപിക്കുന്നതായിട്ട് സഞ്ചരിക്കുന്നത് കാണാം. ഒരടച്ചിട്ടിരിക്കുന്ന മുറി, ആ മുറിയിൽ ഒരു ചെറിയ ദ്വാരം ഇടുക. ആ ദ്വാരത്തിൽ കൂടി സൂര്യൻ്റെ രശ്മി അകത്തേക്ക് കടന്നു വരുമ്പോൾ ആ രശ്മികൾക്കകത്ത് ഇങ്ങനെ വട്ടം കറങ്ങി എത്രയോ പരമാണുക്കൾ കാണാം. രേണുക്കൾ, രേണു എന്ന് വെച്ചാൽ പൊടി. അങ്ങനെയാണ് ഈ മുറിക്കകത്ത് പൊടിയുണ്ടെന്ന് അറിയുന്നത്. അല്ലെ എങ്ങനെ അറിയും? നമ്മുടെ നോട്ടത്തിലൊന്നുമില്ല, ഈ മുറി ശുദ്ധമാണ്.
പക്ഷെങ്കിൽ അതിൽ കൂടി സൂര്യരശ്മി അകത്തേക്ക് കടന്നു വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, ആ ട്യൂബ് പോലെ, ആ ടോർച്ച് പോലെ അകത്തേക്ക് വരുന്ന സൂര്യരശ്മിക്ക് അകത്ത് ആയിരക്കണക്കിന് പൊടിപടലങ്ങൾ മിന്നി മറയുന്നത് കാണാം. ഇതാണ് അനേക പരമാണുക്കൾ ഉണ്ടെന്ന് തിരിച്ചറിയാൻ നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു ഉപകരണം. അന്ന് അവർ കണ്ടുപിടിച്ച അങ്ങനെയാണ്. എക്സ്പെരിമെന്റ് ഇത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ലല്ലോ. ജാലാർക്കരശ്മി അവഗത, ജാലത്തിലെ അർക്കരശ്മി കൊണ്ട് തിരിച്ചറിയണം. ഖമേവാനുപതൻ, അതെന്ത് ചെയ്യും? ആകാശത്തിലേക്ക് തന്നെ ഉയർന്നുയർന്ന് പാറിപ്പൊക്കൊണ്ടിരിക്കും. പിന്നെയും തിരിച്ചു വരും, പിന്നെയും മുകളിലേക്ക് പോകും. ഇങ്ങനെ ഖമേവ അനുപതൻ അഗാത് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ജനലിലെ വാതുക്കൽ കൂടി അകത്തേക്ക് കടക്കുന്ന ആ സൂര്യരശ്മികൾ മേൽപോട്ട് പറക്കുന്നതായി കാണുന്ന അനേകം പൊടിപടലങ്ങളുണ്ട്. അവയാണ് പ്രസരേണുക്കൾ എന്ന് വിളിക്കുക. ഇതിനെ അതിക്രമിക്കാൻ വേണ്ട സമയത്തിനും പ്രസരേണു എന്നാണ് പേര്. രേണു, പ്രസരേണു. ഒരു പൊടിക്ക് മറ്റൊരു പൊടിയെ അതിക്രമിക്കാൻ വേണ്ട സമയം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ജനലിൽ കൂടി അകത്തേക്ക് വരുന്ന സൂര്യരശ്മിക്കകത്ത് കറങ്ങിത്തിരിയുന്ന കോടിക്കണക്കിന് പൊടിപടലങ്ങൾ ഒന്നിനെ മറ്റൊന്നിനെ അതിക്രമിച്ച് കിടക്കാൻ വേണ്ട സമയത്തിന് പ്രസരേണു എന്ന് പേരായി. അണുർദ്വൗ പരമാണു പ്രസരേണുസ്ത്രയസ്മതാം ജാലാർക്കരശ്മി അവഗത ഖമേവ അനുപതന്നഗാത്. ദ്വൗ പരമാണു അണു പ്രസരേണുഃ ത്രയഃ സ്മൃതഃ ജാലാർക്കരശ്മി അവഗതഃ ഖം ഏവ അനുപതൻ അഗാത്. അണുർദ്വൗ പരമാണു പ്രസരേണുസ്ത്രയസ്മതാം ജാലാർക്കരശ്മി അവഗത ഖമേവ അനുപതന്നഗാത്. അണുർദ്വൗ പരമാണു പ്രസരേണുസ്ത്രയസ്മതാം ജാലാർക്കരശ്മി അവഗത ഖമേവ അനുപതന്നഗാത്. കാലത്തെക്കുറിച്ചാണ് പറയാൻ വരിക ഇവിടെ. നമ്മുടെ വിഷയം കാലമാണ്. കാലം പരമാണു തന്നെയാണ് എന്ന്, ഈ പരമാണുവിൻ്റെ ഉള്ളിൽ ഉള്ള ചലിക്കുന്ന ആ ചലന സ്വരൂപത്തെയാണ്, ശക്തിയാണ് കാലം എന്ന് വിളിച്ചത്. ആ പരമാണു എന്ന് പറയുന്ന രണ്ടണുക്കൾ കൂടി ചേരുന്നതാണെന്നും ആ പരമാണുവിൻ്റെ അകത്ത് പ്രസരേണുക്കളെന്ന്. അപ്പം അണു എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ കാലം, അതിൻ്റെ മുകളിലത്തെ കാലത്തിന് പേര് പ്രസരേണുവെന്നാണ്. അത് ജാലാർക്കരശ്മിക്കകത്തുകൂടി സഞ്ചരിക്കുന്ന പൊടിപടലങ്ങൾ ഒന്ന് മറ്റൊന്നിനെ അതിക്രമിക്കാൻ എടുക്കുന്ന സമയം. അപ്പം പരമാണു തന്നെയാണ് കാലം എന്നും എന്താണ് കാലമെന്നും നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പുറപ്പെട്ടതാണ്. അണുർദ്വൗ പരമാണു പ്രസരേണുസ്ത്രയസ്മതാം ജാലാർക്കരശ്മി അവഗത ഖമേവ അനുപതന്നഗാത്. പ്രസരേണു തൃകം ഭുങ്ക്തേ യക്കാലസ്വത്രുടിസ്മൃതാം ശതഭാഗസ്തു വേദ സ്യാത് തൈസ്ത്രിഭിസ്തു ലവസ്മൃതാം. പ്രസരേണു തൃകം, ഈ പ്രസരേണുക്കളെ വീണ്ടും മൂന്നാക്കി മാറ്റാം എന്നാണ്. ഇലക്ട്രോണെന്നോ ന്യൂട്രോണെന്നോ ഒക്കെ നമ്മൾ ഇന്ന് സംബോധന ചെയ്യുന്ന ആ മൂന്ന് ഘടകങ്ങളെ വീണ്ടും മൂന്നാക്കാം. ഇത്രയൊക്കെ ഇന്ന് ശാസ്ത്രം പോയിട്ടുള്ളൂ. വ്യാസൻ അല്ലെങ്കിൽ മൈത്രേയ മഹർഷി അതിൻ്റെ അപ്പുറത്ത് പോയി. അവയെ എന്ത് ചെയ്യാം? പിന്നെയും മൂന്നാക്കാം. അപ്പം എത്രയാകും? 3 3 9 ആ 9 എണ്ണത്തെ പിന്നെയും മൂന്നാക്കാം. 9 3 27 ആകും. അതിനെ പിന്നെയും മൂന്നാക്കാം. 27 × 3 ഇങ്ങനെ പോവുക. ഈ 3ന്റെ സംഖ്യ അങ്ങ് വരെ പോവുകയാണ്. ഏതിൽ നിന്നാണ്? ഒരു പരമാണുവിനെ വിഭജിക്കുമ്പോഴാണ്. ഇന്ന് ശാസ്ത്രം 3ആയിട്ട് വിഭജിക്കാമെന്ന് മാത്രമേ കണ്ടെത്തിയുള്ളൂ.
ഇതങ്ങ് പോവുകയാണ്. അനന്തമായി ഇതിനെ വിഭജിക്കാൻ പറ്റും. അതുകൊണ്ട് ത്രസ്രേണു സർഗം ഭുങ്ക്തേ യക്കാലഫത്രുടി സ്മൃത. ഈ മുമ്പ് കണ്ട ത്രസ്രേണുവിനെ അനുഭവിക്കുന്ന സമയത്തിന് ഒരു ത്രുടി എന്നു പേരാണ്. ഇവിടെ കാലം പറയാൻ പുറപ്പെട്ടതാണ്, മറ്റേതിനു വേണ്ടി പുറപ്പെട്ടതല്ല. പക്ഷെ അതിൽ നിന്ന് നമുക്ക് എന്തെന്ത് പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. ഇനി ഇവിടെ പറയുന്ന ത്രുടിയാണ്. അണു, ത്രസ്രേണു, പിന്നെ ത്രുടി. എന്താണ്? 3 ത്രസ്രേണുക്കൾ അനുഭവിക്കാൻ വേണ്ട സമയം. ഭുങ്ക്തേ യക്കാലഃ സത്രുടി സ്മൃത. അതിനെ ത്രുടി എന്നാണ്. ശതഭാഗസ്തു വേദസ്യാത് തൈഹി ത്രിഭിസ്തു ലവസ്മൃത. അതിൻ്റെ 100 ത്രുടിയോടുകൂടിയ ഒരംശത്തിന് വേദം എന്ന് പേരാണ്. ശതഭാഗസ്തു, ഈ ത്രുടിയുടെ 100-ൽ 1 ഭാഗത്തിന് വേദ എന്ന് പേരുണ്ട്. സ്യാത് തൈഹി ത്രിഭിസ്തു ലവസ്മൃത. ആ 3 ലവങ്ങൾ കൂടി ചേർന്നാൽ, 3 വേദങ്ങൾ കൂടി ചേർന്നാൽ അതിന് ലവം എന്ന് പേരായി. കാലത്തിൻ്റെ ഓരോ പരിണാമത്തെക്കുറിച്ച് പറയുകയാണ്. അണുവായി, പരമാണുവായി, അതിൽ നിന്ന് ദ്വിരേണുക്കളായി, പിന്നെ ത്രസ്രേണുക്കളായി. ആ ത്രസ്രേണുവിൽ നിന്നും എന്തായി? വേദമുണ്ടായി. വേദത്തിൽ നിന്ന് ലവമുണ്ടായി. ഇങ്ങനെ കാലത്തിൻ്റെ ലവം എന്ന് വെച്ചാൽ അല്പം നമ്മൾ പഠിച്ചിട്ടുള്ള ആ അല്പത്തിൻ്റെ കണക്ക് കൊടുക്കുകയാണ്. കാലത്തിൻ്റെ പരിണാമം ഒരു കണക്ക്. ഇങ്ങനെ കാലത്തെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഒരു യന്ത്രത്തിൻ്റെ സഹായമില്ലാതെ, ഒരു മീറ്ററിൻ്റെ സഹായമില്ലാതെ, അരൂപമായ, അവ്യക്തമായ, ഇന്ദ്രിയം കൊണ്ട് കണ്ടറിയാനാവാത്ത, അനുമാനം കൊണ്ട് മാത്രം കണ്ടറിയാൻ പറ്റുന്ന കാലത്തെക്കുറിച്ചാണ് പഠിക്കാൻ പുറപ്പെട്ടത്. ആ കാലത്തെയാണ് അണുവെന്നും, പിന്നെ ത്രസ്രേണുവെന്നും, പിന്നെ എന്താണ് അതിനെ ത്രുടിയെന്നും, വേദമെന്നും, ലവമെന്നും ഒക്കെ ഓരോ പേരിൽ ആ കാലത്തിൻ്റെ അളവുകളെ. അതിന് ഉദാഹരണം കാണിച്ചത് ജാലാർക്ക മരീചികളാണ്. അതിൽ കൂടി അങ്ങനെ കറങ്ങിത്തിരിയുന്ന പൊടിപടലങ്ങളാണ്. ഒന്നൊന്നിനെ അതിക്രമിക്കാൻ വേണ്ട കാലത്തിന് ത്രുടിയെന്നും, അങ്ങനെയുള്ള 3 കൂടി ചേരുന്നതിനെ വേദമെന്നും, വേദത്തിൻ്റെ 100 ഭാഗങ്ങളിൽ ഒന്നിന് ലവമെന്നും പേര് കൊടുത്തു. ത്രസ്രേണു ത്രികം ഭുങ്ക്തേ യക്കാലഫത്രുടി സ്മൃതാം ശതഭാഗസ്തു വേദസ്യാത് തൈസ്ത്രിഭിസ്തു ലവസ്മൃതാം. ത്രസ്രേണു ത്രികം യഃ ഭുങ്ക്തേ സകാലഃ ത്രുടി സ്മൃതഃ. ശതഭാഗഃ തു വേദഃ തൈഹി ത്രിഭിഃ ലവസ്മൃതഃ. ത്രസ്രേണു ത്രികം ഭുങ്ക്തേ യക്കാലഃ സത്രുടി സ്മൃതാം ശതഭാഗസ്തു വേദസ്യ ത്രിഭിസ്തു ലവസ്മൃതാം. ത്രസ്രേണു ത്രികം ഭുങ്ക്തേ യക്കാലഃ സത്രുടി സ്മൃതാം ശതഭാഗസ്തു വേദസ്യ തൈസ്ത്രിഭിസ്തു ലവസ്മൃതാം. നിമിഷസ്ത്രിലവോ ജ്ഞേയാം ആംനാദാസ്തേ ത്രയക്ഷണ ക്ഷണാൻ പഞ്ചവിദുഃഖാഷ്ടാം ലഘുതാ ദശവഞ്ചസാം. നിമേഷസ്ത്രിലവ, 3 ലവം കൂടുമ്പോൾ ഒരു നിമേഷം എന്ന് ജ്ഞേയ അറിയേണ്ടതാണ്. ആംനാദഃ തേ ത്രയഃ ക്ഷണഃ, 3 ലവം കൂടി ചേരുന്ന ഒരു ക്ഷണമാണ്. ക്ഷണാൻ പഞ്ചവിദുഃഖാഷ്ടാം, 5 ക്ഷണം ഒരു കാഷ്ടയാണ്. അത് കാഷ്ടാം ലഘുത ദശ പഞ്ചസ, ദശപഞ്ച 15 കാഷ്ടകൾക്ക് ഒരു ലഘു എന്ന് പേരായി.
കാലത്തിൻ്റെ ചെറിയ പരമാണു ഭേദം മുതൽ പറഞ്ഞു വരികയാണ്. നിമേഷസ്ത്രിലവോജ്ഞേയാം ആംനാദസ്തേ ത്രയക്ഷണ ക്ഷണാൻ പഞ്ചവിദുഃഖാഷ്ടാം ലഘുതാദശപഞ്ചചാം സ്ത്രിലവഃ നിമേഷഃ ജ്ഞേയഃ തേ ത്രയഃ ക്ഷണഃ പഞ്ചക്ഷണാൻ കാഷ്ഠാം വിദുഃ താഹ ദശപഞ്ച ലഘു. നിമേഷസ്ത്രിലവോജ്ഞേയാം ആംനാദസ്തേ ത്രയക്ഷണ ക്ഷണാൻ പഞ്ചവിദുഃഖാഷ്ടാം ലഘുതാദശപഞ്ചചാം നിമേഷസ്ത്രിലവോജ്ഞേയാം ആംനാദസ്തേ ത്രയക്ഷണ ക്ഷണാൻ പഞ്ചവിദുഃഖാഷ്ടാം ലഘുതാ ദശപഞ്ചചാം ലഘൂനി വൈ ഫമാംനാദാം ദശപഞ്ചച നാഡികാഃ തേ ദ്വേ മുഹൂർത്തപ്രഹരസ്യാൽ യാമഃ സപ്തവാ നൃണാം ലഘൂനി വൈ ഫമാംനാദാഃ. ലഘുക്കൾ ദശപഞ്ച നാഡികാഃ. 15 ലഘുക്കളെ ഒരു നാഴിക എന്ന് വിളിക്കാം. തേ ദ്വേ മുഹൂർത്തഃ. 2 നാഴികകൾ ഒരു മുഹൂർത്തമാണ്. 15 ലഘുക്കൾ ചേരുന്നത് ഒരു നാഴികയാണ്. 2 നാഴിക ഒരു മുഹൂർത്തമാണ്. അതിലെ 6 7 നാഴിക കഴിയുന്ന കാലത്ത് മനുഷ്യലോകത്തിന് ഒരു പ്രഹരം അല്ലെങ്കിൽ ഒരു യാമം എന്നു പേര്. പ്രഹരഃ ഷഡ്യാമ സപ്തവ നൃണാം. 6 7 ആണ് യാമം എന്ന് മനുഷ്യർക്ക് പറയുന്നു. 6 7 കൂടിയതിന് യാമം എന്ന് പറഞ്ഞത് ദിവസങ്ങളുടെ സമയത്തിനും വൃദ്ധിയും ക്ഷയവും ഉണ്ടാകുന്നുകൊണ്ടാണ് 6 7 എന്ന് പറഞ്ഞത്. അസ്തമയത്തിനും ഉദയത്തിനും 1 മണിക്കൂർ വരെ ചില മാസങ്ങളിൽ വ്യത്യാസം ഉണ്ടാവാം. ഇപ്പോൾ തുലാമാസം മുതൽ അല്ലെങ്കിൽ മേടമാസം മുതൽ ഉദയാസ്തമയങ്ങൾ ഓരോ മണിക്കൂർ വീതം മാറി 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 ഉണ്ടായിക്കൊണ്ടേയിരിക്കാം. അതുകൊണ്ടാണ് 6 7 എന്ന് ഇവിടെ പറയാൻ കാരണമായത്. അങ്ങനെ 6 7 നാഴിക കൂടിയതാണ് ഒരു യാമം. ദിവസങ്ങളിലെ യാമത്തിന് വൃദ്ധിയും ക്ഷയവും എപ്പോഴും ഉണ്ട്. 2 മുഹൂർത്തത്തെ സന്ധ്യകളെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൂടാതുള്ള സമയത്തെയാണ് 4 യാമങ്ങളെന്ന് ഒരു ദിവസത്തെ നിശ്ചയിക്കുന്നത്. ഈ യാമത്തിൻ്റെ കണക്കിന് ഒത്തിരി വ്യത്യാസമുണ്ട്. ഇതിൻ്റെ പ്രഹരമെന്നും യാമം എന്നുമുള്ളത് ഒന്ന് തന്നെയാണ്. അത് മനുഷ്യർക്ക് 7 യാമമുണ്ട്, 6 യാമമുണ്ട്, 4 യാമമുണ്ട്, 3 യാമമുണ്ട്. ഈ കാലഭേദം അനുസരിച്ച് ഈ വ്യത്യാസം വരുന്നതാണ്. അടുത്ത ശ്ലോകത്തിൽ അത് കുറച്ചുകൂടി വിസ്തരിച്ച് പറയുന്നുണ്ട്. ലഘൂനി വൈ ഫമാംനാദാദശപഞ്ചച നാഡികാഃ തേ ദ്വേ മുഹൂർത്തപ്രഹരസ്യാദ് യാമഃ പഞ്ചവാ നൃണാം. ദശപഞ്ച ലഘൂനി നാഡികാഃ ഫമാംനാദാഃ തേ ദ്വേ മുഹൂർത്തഃ ഷഡ് സപ്തവാ നൃണാം പ്രഹരഃ യാമഃ. ലഘൂനി വൈ ഫമാംനാദാദശപഞ്ചച നാഡികാഃ തേ ദ്വേ മുഹൂർത്തപ്രഹരസ്യാദ് യാമഃ സപ്തവാ നൃണാം. ലഘൂനി വൈ ഫമാംനാദാദശപഞ്ചച നാഡികാഃ തേ ദ്വേ മുഹൂർത്തപ്രഹരസ്യാദ് യാമഃ പഞ്ചവാ നൃണാം. ഇന്നിങ്ങനെ കാലത്തിൻ്റെ ഭേദങ്ങളെക്കുറിച്ച് മന്വന്തരം വരെയുള്ള അനേക കാലങ്ങളെക്കുറിച്ച് ഇനി ഇതിനകത്ത് പറയാൻ പുറപ്പെടുകയാണ്. അതിൽ അണു മുതൽ നമ്മൾ പഠിക്കാൻ ആരംഭിച്ചുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. നമുക്ക് നമ്മുടെ സമയം ഏതാണ്ട് അതിക്രമിച്ചതുകൊണ്ട് അടുത്ത 9ാമത്തെ ശ്ലോകം മുതൽ അടുത്ത ദിവസത്തേക്ക് നമുക്ക് മാറ്റിവെക്കാം. ഇനി അങ്ങോട്ട് പറയുന്നത് മുഴുവൻ കാലത്തിന് കണക്കുകൾ മാത്രമാണ്. അത് വെറുതെ കേട്ടുവിട്ടാൽ മാത്രം വരും. ഭാഗവതം പഠിക്കുന്നത് ഇതിനെന്താ പ്രസക്തി എന്നൊക്കെ വേണമെങ്കിൽ തോന്നാം. പക്ഷേ ഭാഗവതം വെറും ഭക്തി മാത്രം പറയുന്നതല്ല. മനുഷ്യജീവിതത്തിന് അറിഞ്ഞിരിക്കേണ്ട സകല കാര്യങ്ങളും അതിൻ്റെ അകത്ത് നമ്മളെ ബോധ്യപ്പെടുത്തും.
അങ്ങനെയാണ് കാലസ്വരൂപനാണ് ഈശ്വരൻ എന്ന് ബോധ്യപ്പെടുത്താൻ കാലത്തെക്കുറിച്ച് പഠിക്കാൻ പുറപ്പെട്ടതാണ്. സൃഷ്ടിയിൽ കാലത്തിന് പ്രമുഖമായ സ്ഥാനമുണ്ടെന്ന് കാണിക്കാൻ പുറപ്പെട്ടതാണ്. ഭാഗ്യഭാഗം അടുത്ത ദിവസം നോക്കാം. ഇന്ന് നമുക്ക് ഉപസംഹരിക്കാം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.